അയ്യോ വണക്കം. ശാന്തസുന്ദരമായിട്ടുള്ളൊരു പ്രഭാതം. കോഴിക്കോട് കിഴക്ക് വെള്ളക്കേറി. അങ്ങനെ നമ്മുടെ പ്രഭാവതി അമ്മ കണ്ണു തുറന്ന് എഴുന്നേൽക്കുകയാണ്. സുഹൃത്തുക്കളെ എഴുന്നേൽക്കുകയാണ്. കൗസല്യ സുപ്രചാരാമ പൂർവ സന്ധ്യ പ്രവർത്തതെ. അങ്ങനെ നമ്മുടെ പ്രഭാവതി അമ്മ എഴുന്നേൽക്കുന്നു. കുളിച്ച് സുന്ദരിയായി നമ്മുടെ പ്രഭാവതി അമ്മ മന്ദം മന്ദം എരഞ്ഞിപ്പാലം ജംഗ്ഷനിലേക്ക് നടന്നു വരികയാണ്. കോഴിക്കോടുള്ള എരഞ്ഞിപ്പാലം ജംഗ്ഷനിലെ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രഭാവതി അമ്മ മുന്നിലേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. അപ്പോൾ കാണാൻ കാലക്കേടിനൊരുത്തൻ ലോണ്ട് ഒരു വണ്ടിയും പറപ്പിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമിലൂടെ വരുന്നു. അപ്പോൾ ഉടനെ നമ്മുടെ പ്രഭാവതി അമ്മ പറഞ്ഞു, അനിയ നിൽ. താഴെ ഒരു ത്രികോണം വരച്ച് ഒരു പിടി മണ്ണ് വാരിയെടുത്തു. ജംബാബലാനി ബക്വാനി കവി കമ്പിത സേവിത കുളു 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 മാർഗബന്ധിയ അഗ്നികോള പോണ വഴി തീ പിടിച്ച് കത്തിപ്പോട്ടെ എന്ന് പറഞ്ഞതും ലവ അമ്മച്ചേണ പേടിച്ചുപോയി. അതിനുശേഷം ലവ വണ്ടി പതുക്കെ പിറകിലോട്ടെടുത്ത് നേരെ പോകേണ്ട വഴി കൂടെ പോയി. നടത്തിയത് നിയമലംഘനമാണ്. പ്രഭാവതി അമ്മ ഇത് കണ്ടു. പ്രഭാവതി അമ്മ ഇവനോട് തിരിച്ചു പോകാൻ പറഞ്ഞു. നേരെ ഒരു ക്യാമറ എടുത്തപ്പോൾ ലവൻ സത്യം പറഞ്ഞാൽ വിചാരിച്ച് കാണും, ഷിംജിതയുടെ കേസൊക്കെ ഇപ്പോൾ നടക്കുകയല്ലേടേ. ക്യാമറ എടുത്ത് ഇനി നാളെ ഇത് വേറെ വല്ല രീതിയിൽ തിരിഞ്ഞു വരുമോ? സോഷ്യൽ മീഡിയയിലൊക്കെ യവനെങ്കിലും കിട്ടാനായിട്ട് ഈ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് കാത്തിരിക്കുകയാണ്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീന്ന് യവന്മാരി ഇല്ലാത്തയും പൊല്ലാത്തയും തമ്പൊക്കെ ഇട്ട് ഇറക്കിക്കളയും. പ്രഭാവതി അമ്മ അവനോട് ചെയ്തത് കണ്ടോ? അവൻ പ്രഭാവതി അമ്മയോട് ചെയ്തത് കണ്ടോ? അവനെ പോലീസ് പിടിക്കാൻ പോകുന്നു. പോലീസ് അവൻ്റെ വീട് വളഞ്ഞു. നേരെ മറ്റേ DGP ആയിട്ടുള്ള റവാഡെ അവൻ്റെ വീട്ടിൽ നേരിട്ടെത്തിയപ്പോൾ അവൻ ലൈവ് ഇട്ടു എന്നൊക്കെയാണ് ഓരോരുത്തന്മാർ തട്ടിയിടുന്നത്. ഇത് കാണാൻ കുറേ എണ്ണം. എന്ത് കഴിഞ്ഞാലും അങ്ങനെ ഒരു ചിന്ത അവൻ്റെ മനസ്സിലൂടെ പോയി കാണും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, നേരെ ആ വണ്ടി എടുത്തുകൊണ്ട് പോയി. ഇതാരോ ഷൂട്ട് ചെയ്തപ്പോൾ ആ ക്യാമറയിൽ നോക്കി പ്രഭാവതി അമ്മ വെരി ഗുഡ് എന്ന് കാണിക്കുന്നത് കാണാൻ പറ്റില്ല. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതെങ്ങനെ ഇത് ഇത്ര ക്ലിയർ ആയിട്ട് ഇത് ഷൂട്ട് ചെയ്തെടുത്തെന്നുള്ളതാണ്. എന്തായാലും സംഭവം വൈറലായി. നമ്മുടെ നാട്ടിലറിയാമല്ലോ, ഒരു ടയറിൻ്റെ ഒരു പരസ്യമുണ്ട്, ആ ഗംഭീരമായിട്ടുള്ളൊരു പരസ്യമാണ്. അതിൻ്റെ ക്യാപ്ഷൻ തന്നെ എന്ന് പറയുന്നത് റോഡ് ഈസ് ഫുൾ ഓഫ് ഇഡിയറ്റ്സ്, ഡോണ്ട് ബി ആൻ ഇഡിയറ്റ് എന്നാണ്. അതായത് റോഡ് മൊത്തം ഇഡിയറ്റുകളാണ്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കെതിരെ വരുന്നത് ഒരു ഇഡിയറ്റാണ്, അവൻ നിങ്ങളെ കാണുന്നത് ഒരു ഇഡിയറ്റായിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാനം മര്യാദയ്ക്ക് പോവുക. നമ്മൾ മാനം മര്യാദയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചാങ്കൊട്ട പൊളക്കാനായിട്ട് കുറേ എണ്ണം മറ്റേ അതും ഇതൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങും. 18 വയസ്സ് തികയാത്ത കുറേ എണ്ണത്തിനാണ് തന്തയും തള്ളയും ഡൂക്ക് ബൈക്കും മറ്റതും മറിച്ചതും ഒക്കെ വാ വളക്കാനായിട്ട് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുന്നത്? അതിലോട്ട് ഞാൻ വരാം. നല്ലൊരു നിയമം വന്നിട്ടുണ്ട്, അത് ഞാൻ പറയാം. എന്തായാലും പ്രഭാവതി അമ്മയുടെ ഈ ചെയ്തി കണ്ട നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ പ്രഭാവതി അമ്മയെ വിളിക്കുന്നു. അമ്മ ചെയ്ത ഒരു വലിയ കാര്യമാണ് കേട്ടോ എന്ന് പറയുന്നു. പോരാത്തതിന് MVD പ്രഭാവതി അമ്മയുടെ വീട്ടിലെത്തുന്നു. MVD പ്രഭാവതി അമ്മയെ അനുമോദിക്കുന്നു. പോരാത്തതിന് നമ്മുടെ നാട്ടിലുള്ള സകല ഓൺലൈൻ വാണങ്ങളും, അതായത് ഈ നീലക്കുയിൽ, മഞ്ഞക്കുയിൽ, പച്ചക്കുയിൽ എന്ന് പറയുന്ന കുയിലുകളെല്ലാം പ്രഭാവതി അമ്മയുടെ പിന്നാലെ കൂടുന്നു ക്യാമറയുമായിട്ട്. പ്രഭാവതി അമ്മയ്ക്ക് ഇത് കണ്ടപ്പോൾ തോന്നി, കൊള്ളാം, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണല്ലോ, പണ്ട് ഗൗരിയമ്മയുടെ കൂടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച, അപ്പോൾ എനിക്കും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് അമ്മച്ചിയാണെങ്കിൽ അടുത്ത ദിവസം മുതൽ എരഞ്ഞിപ്പാല ജംഗ്ഷനിൽ വന്ന് കുറ്റി അടിച്ചിരിക്കുകയാണ്. എന്തിന്? പ്ലാറ്റ്ഫോമിൽ കൂടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട്. എൻ്റെ പൊന്നമ്മച്ചി തുടക്കത്തിൽ ഒരു കാര്യം ചെയ്തു, അത് കൊള്ളാം, നല്ല സംഭവമായിരുന്നു, എനിക്കും ഇഷ്ടപ്പെട്ടു, നല്ല രസമായിരുന്നു കാണാൻ. ആ മാതൃഭൂമിയാണെങ്കിൽ രണ്ടാമത്തെ ദിവസവും പ്രഭാവതി അമ്മ ബൈക്ക് തടയാൻ വന്ന് നിന്നപ്പോൾ അവിടെ ക്യാമറയും കൊണ്ട് വെച്ചിട്ട് ലൈവ് വിട്ടിട്ട് അതിൻ്റെ താഴെ ഒരു കുണച്ച ക്യാപ്ഷൻ അടിച്ച് വിട്ടിരിക്കുന്നു. ആ ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിയമപാലകരെ ഗോ ബാക്ക്, പ്രഭാവതി ഉണ്ടെന്ന്. അയ്യയ്യയ്യയ്യയ്യേ, അമ്മച്ചിയാണ് നിന്ന നിപ്പിൽ എൻ്റെ തൊലി ഉരിഞ്ഞ് പറഞ്ഞ് ദൂരെ പോയി കിടന്നു. അമ്മാതിരി സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്താണ് ഈ നടക്കുന്നത്? എന്തായാലും ഒരു തവണ നടത്തിക്കഴിഞ്ഞു, സംഭവം നല്ല കാര്യം, ഓക്കെ ഫൈൻ. ഇനി ഈ റോഡിൻ്റെ പ്ലാറ്റ്ഫോമിൽ കൂടെ ആൾക്കാർ കയറ്റിയോ കയറ്റാതിരിക്കുക, അതൊക്കെ ഇവിടുത്തെ MVD നോക്കും. അത് ഞാനല്ലോ ഇവരൊക്കെ ചിലവൊക്കെ കൊടുത്ത് നാട്ടുകാരുടെ പണം, ടാക്സ് പണമൊക്കെ കൊടുത്ത് ഇവർ ഇരുത്തിയിരിക്കുന്നു. അതൊക്കെ അവർ നോക്കിക്കോളും. ഇനി അമ്മച്ചി ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ചെയ്ത കാര്യം വളരെ നല്ല കാര്യമാണ്. ഒരുപാട് പേര് ഇതൊക്കെ കണ്ടു. ഇനി ഇത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഒരു 10-20 പേരെങ്കിലും പ്ലാറ്റ്ഫോമിലൂടെ വണ്ടി കയറ്റില്ലായിരിക്കും. പക്ഷേ വീണ്ടും അമ്മച്ചി അവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ ജഗതി ശ്രീകുമാർ പറയുന്നത് പോലെ ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങാൻ പോവുകയാണ് എന്ന് പറയുന്നത് പോലെയാണ് അമ്മച്ചിയുടെ കാര്യം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അമ്മച്ചി വൈറലായി കഴിഞ്ഞാൽ അതിനൊരു സുഖമുണ്ട്. കാരണം ഈ വൈറലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റും ആൾക്കാരാണ്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം, നമ്മൾ ഈ മൈക്കിൾ ജാക്സനൊക്കെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇങ്ങനെ ജീവിതം മാത്രം തുരന്നെടുക്കാനായിട്ട് പാപ്പരാസികളുണ്ട്. പാപ്പരാസികളെന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല, 100 1000 ലക്ഷം കണക്കിന് പാപ്പരാസികളാണ് ഇങ്ങനെ പുറകെ നടക്കുന്നത്. ഇങ്ങനെ എവിടെ പോയാലും ഇങ്ങനെ ഒന്ന് തലയാക്കി കഴിഞ്ഞാൽ അപ്പോൾ 100 ക്യാമറ മിന്നി മറയും. മൈക്കിൾ ജാക്സൺ ഇങ്ങനെ ഒന്ന് മൂക്ക് ചൊറിഞ്ഞാൽ അപ്പോൾ എന്ന് പറഞ്ഞ് 100 ക്യാമറ. ഇത് കണ്ടിട്ട് മൈക്കിൾ ജാക്സൺ ഒരിക്കൽ എന്ത് ചെയ്തു, ചുമ്മാ കൈ ഇങ്ങനെ ഒന്നാക്കി,
കുറേ ഫ്ലാഷ് ഇങ്ങനെയാക്കി. പിന്നെ അങ്ങേര് അവിടെ നിന്ന് ഡാൻസ് തുടങ്ങി. ഫ്ലാഷ് അടിച്ച് അവന്മാരെ ഊപ്പാട് വന്നെന്നുള്ളതാണ് അതിലെ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഇത് നല്ല രസമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ആറാട്ടണ്ണനും അലൻ ജോസ് പെരേരയൊക്കെ ഇപ്പോൾ നടക്കുന്ന കണ്ടിട്ടില്ലേ. ആറാട്ടണ്ണ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാലൻറ്റൈൻസ് ഡേ ആയിരുന്നു. കഴിഞ്ഞ ദിവസം ആറാട്ടണ്ണൻ പറയുന്നത് കണ്ട് ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണ്, എല്ലാവർക്കും പെണ്ണുണ്ട്, എനിക്ക് പെണ്ണില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിലിങ്ങനെ കിടക്കുകയാണ് എന്നിങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അലൻ ജോസ് പെരേര ഏത് ആളെ പിറകെ നടക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും ആ ഒരു ലെവലിലോട്ട് എൻ്റെ പ്രഭാവതി അമ്മയെ കൊണ്ട് യവന്മാരിടും. ആ ഒരു ലെവലെന്ന് പറഞ്ഞാലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ യവന്മാർക്ക് ബാഹുബലിയായിട്ട് തോന്നും യവന്മാരെ. പക്ഷേ നാട്ടുകാർക്ക്, കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്ക് വെറും ഒരു നേരം പോക്ക് മാത്രമായിട്ട് മാറുമെന്നുള്ളതാണ്. അമ്മ ചെയ്ത കാര്യമൊക്കെ നല്ല കാര്യം തന്നെയാണ്, വളരെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. അമ്മച്ചി വൈറലായി, നാട്ടുകാർക്കെല്ലാം ഇപ്പോൾ അമ്മച്ചിയെ അറിയാം, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇനി വേണ്ട, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രഭാവതി അമ്മയ്ക്ക് ആരെങ്കിലും ബന്ധുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അമ്മച്ചി പോരാട്ട വീര്യമുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് എന്ന് തെളിയിച്ച് കഴിഞ്ഞു. ഇനി മറ്റേ കാര്യത്തിലോട്ട് വരാം. കുറേ എണ്ണത്തിന് ഈ ബൈക്കും ഡൂക്കും ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ കൊടുത്ത് ഇറക്കുമല്ലോ, ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അത് 18 തികയാത്ത കുറേ എണ്ണത്തിന് ഇറക്കുമല്ലോ. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഈ 18 തികയാത്ത കുറേ എണ്ണത്തിനൊക്കെ ഇങ്ങനെ ഇറക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ തന്തയും തലയൊക്കെ പിടിച്ച് കരണക്കുറ്റി രണ്ടെണ്ണം പൊട്ടിക്കണം, സീരിയസ്ലി. അതായത് 18 തികയാത്തൊരു പയ്യൻ വണ്ടിയും കൊണ്ട് പുറത്തിറങ്ങിയിട്ട് 40കാരൻ, 45കാരൻ, ഒരു കുടുംബനാഥൻ, ഗൃഹനാഥൻ, അല്ലെങ്കിൽ ഭാര്യ, അവരുടെ കുട്ടികൾ, ഇവരെയൊക്കെ ഇടിച്ച് കയറ്റി മരണപ്പെടുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ എന്തോരം ഉണ്ടായിട്ടുണ്ടെന്നറിയാം. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഈ വളം വെച്ച് കൊടുക്കുന്ന അച്ഛനും അമ്മയുണ്ടല്ലോ, അവരെയാണ് പിടിച്ചകത്തിടേണ്ടതെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അങ്ങനത്തെ ഒരു നിയമം സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അതായത് ഇനി 18 തികയാതെ നീയൊക്കെ വണ്ടിയും കൊണ്ട് വെളിയിറങ്ങിക്കഴിഞ്ഞാൽ പിഴയടച്ച് ഊരിപ്പോരാമെന്ന് വിചാരിക്കേണ്ട, നിന്നെയൊക്കെ പിടിച്ച് ജുവനൈൽ ഹോമിലാക്കും. ഇതാണ് ഇപ്പോഴത്തെ പുതിയ നിയമം എന്ന് പറയുന്നത്. ജുവനൈൽ ഹോമിൽ പോയി കിടന്നോളാം, കാരണം ക്രിമിനൽ കുറ്റമായി ഇതിനെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് കൊടുക്കുന്ന അച്ഛനും അമ്മയും ജാഗ്രത പാലിക്കുക. 6 മാസമാണ് തടവ്. ചപ്പാത്തി പരത്താം, 6 മാസം ജയിലിനകത്ത് പോയി കിടന്ന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 25,000 രൂപ പിഴയടിക്കും. അതിനുശേഷം കുട്ടികൾ വാഹനമോടിച്ചാൽ RC ഉടമയോ വാഹനം കൈവശം വെച്ചിരിക്കുന്ന ആളോ മുഖ്യപ്രതിയാകും. 25,000 രൂപ പിഴയും 6 മാസം തടവുമാണ് ശിക്ഷ. പ്രായപൂർത്തിയാകാത്ത വ്യക്തിയെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കും. കുറ്റത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ജുവനൈൽ ഹോമിൽ പാർപ്പിക്കും. 25 വയസ്സ് വരെ പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാനും സാധിക്കില്ല എന്നുള്ളതാണ്. കിടുക്കാച്ചി നിയമം. ഇങ്ങനൊരു നിയമം വന്നാൽ മാത്രമേ, ഇങ്ങനെ നിയമം വന്നാൽ മാത്രം പോരെ, ഇത് പ്രാവർത്തികമാക്കണം. 2 എണ്ണം അകത്ത് പോയി കഴിയുമ്പോൾ മാത്രമേ ഈ നിയമത്തിൻ്റെ ഒരു ചൂട് എല്ലായിടത്തിനും മനസ്സിലാവൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നിയമം ഗംഭീരമാണ്. MVD യാതൊരു ഉപേക്ഷയും വിചാരിക്കാതെ ഇത് നടപ്പിലാക്കിയിരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് ഞാൻ പറയാതെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും അറിയാമായിരിക്കും. അപ്പം ശരി.